അമ്പലത്തിൽ പാട്ട് വെച്ചിരുന്ന മണിയേട്ടന് ഗുപ്ത് മണി എന്ന് പേര് വരേണ്ടായ കാരണം എന്താ അറിയോ? പറയാൻ ഗൈസ്, കിടിലൻ പരിപാടിയാണ്. 90കളുടെ അവസാനത്തിൽ ജൂലൈ മാസം 4-ാം തീയതി 1997 ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ ഇളക്കി മറിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആ സമയത്തെ യുവാക്കളൊക്കെ അറിഞ്ഞ കോരിത്തരിപ്പിച്ചൊരു സിനിമയാണ് കേട്ടോ ഗുപ്ത് എന്ന് പറയുന്നത്. മനീഷ കൊയ്രാള, ബോബി ഡിയോൾ, അതുപോലെ തന്നെ കാജോൾ തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചത്. ബോബി ഡിയോൾ, മനീഷ കൊയ്രാള, കാജോൾ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് രാജീവ് റായ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ബോളിവുഡിൽ അന്നത്തെ എനർജറ്റിക് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള വിജു ഷാ. ഓട്ടർഷ, ബാർബർ ഷാപ്പുകൾ, ബസ്സുകൾ, കല്യാണത്തിന്റെ തലേന്നത്തെ ടീ പാർക്ക്, പോരാത്തതിന് കറണ്ട് ഇല്ലാത്ത വീടുകളിൽ ബാറ്ററി കട്ട വെച്ചിട്ട് പാട്ട് വെച്ചിരുന്ന ആൾക്കാരുണ്ട്, കുടത്തിൽ സ്പീക്കറൊക്കെ വെച്ചിട്ട്. അവിടെയൊക്കെ മുഴങ്ങി കേട്ടിരുന്നത് ഗുപ്തിലെ പാട്ടുകളായിരുന്നു കേട്ടോ. യജാതി പാട്ടുകളാണ് ഗൈസ്. മേരേ ഖാബോ മേ തൂ, മേരി സാസോ മേ തൂ. 8 പാട്ടുകളാണ് കേട്ടോ ഗൈസ് ഇതിലുള്ള. 8 പാട്ടും 8-നൊന്ന് മെച്ചം. അതിന്റെ ഒരു ഓർക്കസ്ട്രേഷനും കേൾക്കാനുള്ള ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ, എന്താ ചതി പവർ. നമ്മളിങ്ങനെ ചത്ത് കിടക്കുന്ന സമയത്ത് ഗുപ്തിലെ പാട്ട് വെക്കണം. പഞ്ചായത്ത് റൗണ്ട് 2 റൗണ്ട് ഓടും ഗൈസ്. തലേന്ന് അടിച്ച ഓൾഡ് കാസ്കിന്റെ ഹാങ് ഓവറിൽ മണിയേട്ടൻ പാട്ട് മാറ്റി വെച്ചു ഗൈസ്. കാസറ്റ് മാറി. MS സുബ്ബലക്ഷ്മിന്റെ സുപ്രഭാതത്തിന് പകരം ദുനിയ ഹസീനോ കെ മേല. അപ്പൊ എന്തായാലും ഗുപ്ത് ഉണ്ടാക്കിയ ഒരു ഓളം ചില്ലറല്ല ഗൈസ്. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂസിക് വ്യവസായത്തിലും കിടിലൻ പരിപാടികളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റംഗീലൊക്കെ അപ്പുറത്തുണ്ടെങ്കിലും ഗുപ്ത് ഒരു ലെവലാണ്. ഒരു ഗുപ്ത് ഈസ് ഗുപ്ത് ഗൈസ്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ മണിയേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തു ഗൈസ്.